മാറിയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക, എന്തൊക്കെയായിരിക്കും ചോദിക്കാനുള്ള ഏറ്റവും ടെൻഷൻ ഉണ്ടായിരിക്കുന്ന ഒരു ക്ലാസ്സുകാരൻ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. 9ാം ക്ലാസ്സുകാർ തന്നെയായിരിക്കും. എങ്ങനെ ചോദ്യം ചോദിക്കും, ടെക്സ്റ്റ് ബുക്കിൽ മാറ്റങ്ങൾ വന്നു, അപ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് വരുന്നുണ്ടായിരിക്കും. ആദ്യമായിട്ട് സിലബസ് മാറിയ ശേഷം ഒരു ബോർഡ് എക്സാം നടക്കാൻ പോകണം. അപ്പൊ ഇതിന്റെ കുറെ ടെൻഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചല്ലേ തീരുള്ളൂ അല്ലെ. കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ പഠിക്കാൻ, ടെക്സ്റ്റ് ബുക്ക് മാറിയതാണ്, എല്ലാം കവർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായില്ല എന്നുള്ള ന്യായീകരണങ്ങളൊന്നും കേൾക്കാൻ അല്ല. നമ്മുടെ ചോദ്യ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. പക്ഷെ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ചോദ്യങ്ങളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ 6 ചാപ്റ്റേഴ്സിലും ഏതൊക്കെയായിരിക്കും കൂടുതൽ ചോദിക്കാൻ സാധ്യത എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ 2 ലൈഫ് പ്രോസസ്. നിങ്ങൾക്കിപ്പോ നമ്മൾ എപ്പോഴും പറയും, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവസാനത്തെ ടേമിൽ നിങ്ങൾ പഠിക്കുന്ന 1.5 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഒരിക്കലും അത് വിചാരിക്കരുത്. 6 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 6 ചാപ്റ്ററും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അടക്കം ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഒരു വെയിറ്റേജ് കുട്ടികൾക്ക് കൊടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ ലൈക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ബ്രീത്തിങ് ആയിക്കോട്ടെ, എക്സ്ക്രീഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, വ്യത്യസ്ത ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത്തവണ നിങ്ങൾക്ക് ആ 2 വലിയ വ്യവസ്ഥകൾ, 2 വലിയ ഓർഗൻ സിസ്റ്റംസ് കമ്പൈൻഡ് ആയിട്ട് ഒരൊറ്റ ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഒരിക്കലും ഒരു വെയിറ്റേജ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞത് പ്രകാരം പഠിച്ചിട്ട് മേ ബി തല തിരിഞ്ഞിട്ട് നേരെ വിപരീതമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഓക്കെ, അത് വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതാന്ന് നോക്കാം. അപ്പൊ ജീവൽ പ്രക്രിയകളിലേക്ക് അല്ലെങ്കിൽ ടു ലൈഫ് പ്രോസസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, എന്താണ് മെറ്റബോളിസം, അതേപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ബയോമോളിക്യൂൾ നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്സിന് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ബയോമോളിക്യൂൾസ് അതിൽ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ ഇന്റേണൽ എൻവയോൺമെന്റ് ആൻഡ് ഹോമിയോസ്റ്റാസിസ്, അതിലും നിങ്ങളോട് എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ആൻഡ് ദെൻ കമ്മിങ് ടു എന്താണ് നമ്മുടെ പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും. ഈ പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ് മൂവ്മെന്റ്, ഇപ്പൊ ആനിമലിലാണെങ്കിലും പ്ലാന്റ് സെല്ലിലാണെങ്കിലും ഏത് രീതിയിലാണ് പ്ലാസ്മ മെംബ്രെയിനിലൂടെയുള്ള മൂവ്മെന്റും പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് 4 പഠിക്കാതെ എക്സാമിൽ നിങ്ങൾ പോകണ്ട. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അതിൽ പറയുന്നില്ല എങ്കിൽ പക്ഷെ കണ്ടാൽ ഒന്ന് മനസ്സിലാക്കണം എങ്ങനെയാ മൂവ്മെന്റ് നടക്കുന്നത്. ഇന്റേണൽ എൻവയോൺമെന്റ് ഏതാണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അറിഞ്ഞിരുന്നാലേ നമുക്ക് അതിലെ മൂവ്മെന്റ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ പിക്ചർ സഹിതം പഠിച്ചിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. എന്താണ് വെറുതെ ഓസ്മോസ് എന്താണ് 2 മാർക്കിന് മനസ്സിൽ വിചാരിച്ചു പോയിട്ട് കാര്യമില്ല, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. പിക്ചർ നോക്കുക, പഠിക്കുക വിത്ത് എക്സാമ്പിൾസ്. അതാണ് സ്ട്രക്ചറിന്റെ പ്രാധാന്യം. അതായത് നിങ്ങൾക്ക് ആ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കുക എന്നുള്ളതിന്റെ ഉപരി, അതെ വരയ്ക്കാൻ എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ലേബിൾ ചെയ്യാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പല ചാപ്റ്ററിലും ചില ഡയഗ്രാംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഏതൊരു പ്രോസസ്സ് പഠിക്കുമ്പോഴും, പ്രക്രിയ പഠിക്കുമ്പോഴും അവിടെ ആ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കമ്മിങ് ടു ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും നിർബന്ധമായും പഠിച്ചിരിക്കുക. സസ്യ സേവനങ്ങൾ, എന്തൊക്കെ സർവീസസ് ആണ് പ്ലാന്റ്സ് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ, അതിൽ മാംഗ്രോവ്സിന്റെ കാര്യങ്ങൾ പഠിക്കണം. മാംഗ്രോവ്സ് നിങ്ങൾക്ക് ഒരു 4 പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. കഴിഞ്ഞ തവണ അതായത് ഓണം എക്സാമിൽ നിങ്ങൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് പറയുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ജനറൽ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ മാംഗ്രോവ്സിന്റെ എങ്ങനെയാണ് മാംഗ്രോവ്സ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കണ്ടൽ കാടുകളുടെ പ്രാധാന്യവും അറിഞ്ഞിരിക്കുക. ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അല്ലെ, ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും സ്ട്രക്ചർ വിത്ത് ഡയഗ്രാം, അതായത് പഠിച്ചിരിക്കേണ്ടത് ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹന വ്യവസ്ഥയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അറിയാലോ, ഡൈജഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രക്രിയയാണ് അല്ലെ. എങ്ങനെയാണ് ദഹനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഇപ്പൊ വായ മുതലുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം. യെസ്, പല്ലിന്റെ ഘടന അറിഞ്ഞിരിക്കണം. പല്ലിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഡയഗ്രാം തന്നിട്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കാം. അതിൽ ഓരോ പാർട്സിന്റെ ഫംഗ്ഷനും ചോദിക്കും. ആൻഡ് ഓരോ ഭാഗങ്ങളും പഠിച്ചാൽ നമ്മൾ ഈ ഒരു
ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ചെറിയ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ എന്തിനാണ് HCl അല്ലെങ്കിൽ എന്തിനാണ് അസിഡിക് ആയിട്ടുള്ള സ്റ്റൊമക്കിലുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ചോദിക്കാം. എൻസൈമുകളുടെ പേരൊക്കെ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? പേര് മാത്രമല്ല ഫംഗ്ഷനും പഠിക്കണം. യെസ്. ആൻഡ് ഓൾസോ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, എങ്ങനെയാണ് ദഹനം പിന്നെ പോഷകാകിരണം നടക്കുന്നതെന്ന് പഠിക്കുക. അവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വില്ലസിന്റെ ഘടന. യെസ്, വില്ലസിന്റെ ഘടന പഠിച്ചുള്ള ലാക്ടിയൽ എന്തിനാണ് അല്ലെ, ബ്ലഡ് കാപ്പിലറീസിന്റെ ഒക്കെ എന്തിനാണ് ആകിരണം ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ഇനി ബ്ലഡിലുള്ള കോമ്പണൻസ് എന്തൊക്കെയാ, രക്തത്തിലെ ഘടന, അതായത് രക്തത്തിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ഹൃദയത്തിന്റെ ഘടന അറിഞ്ഞിരിക്കണം, ലേബൽ ചെയ്യാൻ ചോദിക്കും. 4 ചേംബേഴ്സ്, ഈ 4 ചേംബേഴ്സിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് നടക്കുന്നത് ഇതിന്റെ അകത്ത് ഈ സർക്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. യെസ്. ആൻഡ് ഓൾസോ ഡബിൾ സർക്കുലേഷൻ പഠിക്കണം. ഡബിൾ സർക്കുലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ പൾസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലെ കുഞ്ഞു കുഞ്ഞു ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്. എന്താണ് പൾസ്, എന്താണ്, ഇങ്ങനെയുള്ള 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെടുത്ത് ചോദിക്കും. അതിൽ അപ്പാരറ്റസ്, നമ്മൾ യൂഷ്വലി നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയുള്ള അപ്പാരറ്റസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഹൃദയാരോഗ്യം, അതായത് ഹെൽത്ത് ഓഫ് ഹാർട്ടിൽ എന്താണ് ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ, എത്തിറോസ്ക്ലിറോസിസ് അല്ലേ, പോലെ രോഗങ്ങൾ. പിന്നെ എങ്ങനെയാണ് നമുക്ക് ജനറൽ ആയിട്ട് ചോദിക്കാം, ഹൃദയാരോഗ്യം നന്നായിട്ട് കാത്തു സൂക്ഷിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ചോദിച്ചേക്കാം. പിന്നെ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് അല്ലെ, സസ്യങ്ങളിലെ സംവഹനവും പഠിക്കണം അല്ലെ, സൈലം, ഫ്ലോയം, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ആ കാര്യങ്ങളുമാണ് ആ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ശ്വസനവും വിസർജനവും, അതായത് റെസ്പിറേഷൻ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സമയത്ത് നമ്മൾ സിസ്റ്റംസ് പഠിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ആ കൃത്യമായ ഡയഗ്രാം ആലോചിക്കണം. നമ്മുടെ നോസ്ട്രിൽ, നാസാദ്വാരം തൊട്ട് അങ്ങോട്ട് അകത്തേക്ക് ആൽവിയോളൈ വരെ എത്തുന്ന ഭാഗം വരെയുള്ള ഓരോ ഭാഗങ്ങളും ഏതൊക്കെയാണെന്നുള്ളതും. യെസ്, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ, നോസ്ട്രിൽ മുതൽ അതായത് ആൽവിയോളൈ വരെയുള്ള നിങ്ങളുടെ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് എഴുതാൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ സിസ്റ്റം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കുകയുള്ളൂ. ആൽവിയോളർ വാതക വിനിമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ആൽവിയോളസിന്റെ സ്ട്രക്ചർ, ഘടന, എങ്ങനെയാണ് വാതക വിനിമയത്തിന് സഹായിക്കുന്നത്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം ഡിലീറ്റഡ് ആയി പോയ ചാപ്റ്റർ ഒന്നും അല്ല, ആ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും ചോദിച്ചിരുന്ന കാര്യമാണ് ആൽവിയോളസിന്റെ ഘടന എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഇത്തവണ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതേ ചോദ്യം തന്നെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ. പിന്നെ സെല്ലുലാർ റെസ്പിറേഷൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഗ്ലൈക്കോലിസിസും ക്രെബ്സ് സൈക്കിളും രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. എത്ര ATP ഉണ്ടാവുന്നു, റിയാക്ഷൻ എന്താണ്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. യെസ്. പിന്നെ എന്താണ് റെസ്പിറേഷൻ അതർ ഓർഗാനിസംസ് അല്ലെ, അതായത് മറ്റു ജീവികളിൽ ശ്വസനം എങ്ങനെ നടക്കുന്ന അവയവത്തിന്റെ പേര് ഇതിലൂടെ നടക്കുന്നു. ഓക്കെ. സിന്തസിസ് ഓഫ് യൂറിയ. സിന്തസിസ് ഓഫ് യൂറിയ, അതിൽ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ലിവറിന്റെ റോൾ, എന്താണ് യൂറിയ ബോഡിയിലുള്ള നല്ലതാണോ അല്ലയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനറൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അതായത് ലിവർ അമോണിയനെ യൂറിയാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷെ അത് 1 മാർക്കിനൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ചോദ്യമാണ്. യൂറിൻ ഫോർമേഷൻ വെരി ഇമ്പോർട്ടന്റ്. അതിലുള്ള മൂത്ര രൂപീകരണത്തിലെ 3 സ്റ്റെപ്പുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ 3 സ്റ്റെപ്പും എവിടെ നടക്കുന്നു, 3 സ്റ്റെപ്പിലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്തതാണ് ഹീമോഡയാലിസിസ് അല്ലെ. ഹീമോഡയാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. ഹീമോഡയാലിസിസും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഹീമോഡയാലിസിസിൽ നിങ്ങൾക്കൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ആ ചിത്രം തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അതിൽ 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് സ്റ്റെപ്പ് ആ ഓർഡറിൽ എഴുതാനൊക്കെ ചോദിക്കും. എന്തിനാണ് ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത്, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് വിസർജനം മറ്റു ജീവികളിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, പ്ലാന്റ്സിലാണെങ്കിൽ പോലും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, സെറ്റ് ആയാലോ? യെസ്. അടുത്തതാണ് നമ്മുടെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയാണ് അല്ലെ, അത്രയും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ചാപ്റ്ററിന് അത്രയൊന്നും പഠിക്കാനില്ല, കൂടുതലൊന്നുമില്ല, കുറച്ച് കുറവാണ്. ഓക്കെ. അപ്പൊ ബിഹൈൻഡ് മൂവ്മെന്റ്സ് അഥവാ ചലനത്തിന് പിന്നിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ചലന വൈവിധ്യം അല്ലെ, ഡൈവേഴ്സിറ്റി ഇൻ മൂവ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ്. എങ്ങനെയൊക്കെയാണ് മൂവ്മെന്റ് നടക്കുന്നത്, അതിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. അതുപോലെ ടൈപ്സ് ഓഫ് മസിൽസ്, നമുക്ക് 3 തരം പേശികൾ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ കൃത്യം പിക്ചർ അടക്കം പഠിച്ചിട്ട് പോവാ. പിക്ചർ വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. യെസ്. അപ്പൊ പിക്ചർ പഠിക്കുക, 3നെയും പരസ്പരം എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കുക. ഏത് തരം ചലനങ്ങളാണ് ഇവർ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതായത് കുറച്ച് 6-7 സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് 3 കോളത്തിലേക്ക് ഒരു നമ്മൾ തന്നെ വേർതിരിച്ചെഴുതുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അടുത്തതാണ് സ്കെലിറ്റൽ സിസ്റ്റം. അസ്ഥി വ്യവസ്ഥ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് അസ്ഥികൾ ഏതൊക്കെയാണ്, എണ്ണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ, അത് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. അടുത്തതാണ് മസിൽസ് ആൻഡ് എക്സസൈസ് അല്ലെ, അതായത് രീതി ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കമ്പൈൻഡ് ആയിട്ട് ചോദിക്കാം. ഇപ്പൊ വ്യായാമം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മൂവ്മെന്റിനെ എങ്ങനെ സഹായിക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലെ പോലെ നിങ്ങൾ ഹൃദയത്തിനെയും അതേപോലെ
അതുപോലെ നിങ്ങളുടെ ചലനത്തിലൊക്കെ എങ്ങനെ സഹായിക്കുന്നു ജനറൽ ആയിട്ട് അങ്ങനെയും ചോദിക്കാം കേട്ടോ. അടുത്തതാണ് ഡിസോർഡേഴ്സ്, അതായത് അസ്ഥികളും അതുപോലെ പേശികളും ഒക്കെ പല രോഗങ്ങളാൽ ബാധിക്കപ്പെടാറുണ്ട്. ആ തകരാറുകൾ എന്തൊക്കെയാന്ന് ചോദിക്കും. പോലുള്ള രോഗങ്ങളും കാര്യങ്ങളും ചോദിക്കും. പ്ലാന്റ്സിലെ മൂവ്മെന്റ്സ് അല്ലേ? പ്ലാന്റ്സിലെ മൂവ്മെന്റ്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അതായത് ഇപ്പൊ ടെക്സ്റ്റ് ഒക്കെ മാറിക്കോട്ടെ, പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ചോദിക്കാറുള്ള ചോദ്യമാണത്. അതെ, യെസ്. അപ്പൊ അത് നിങ്ങൾ പഠിക്കാതെ പോയി. കാരണം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ചാപ്റ്റേഴ്സിൽ കൂടുതൽ നിങ്ങൾ അനിമൽസിനെ പറ്റി പഠിച്ച് അവസാനം കുറച്ച് ഭാഗമാണ് എപ്പോഴും പ്ലാന്റ്സിനെ പറ്റി പഠിക്കാണ്ടാവുക. അപ്പൊ ഉറപ്പായിട്ടും പ്ലാന്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. യെസ്, ആനിമൽസിനാകുമ്പോൾ നമുക്ക് ഒരു പോസിബിലിറ്റി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറയാം. പക്ഷെ പ്ലാന്റ്സിനെ ആ പഠിക്കാൻ കുറച്ച് ഭാഗമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിലെ ചിത്രങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെ, കീമോട്രോപ്പിസം എന്താണ്, നാസ്റ്റിക് മൂവ്മെന്റ് എന്താണ്, ട്രോപ്പിക് മൂവ്മെന്റ് എന്താണ്, ഈ കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അതിന്റെ എക്സാമ്പിൾസും ഓരോന്നിനുള്ള എക്സാമ്പിളുകളും ഓർത്ത് വെക്കുക. യെസ്, ഓക്കെ അല്ലേ? സെറ്റ് ആയല്ലോ? ഓക്കെ. അതുപോലെ മിസ് ഇതിലൊരു ആക്സിയൽ സ്കെലട്ടൺ, എപ്പൻഡിക്കുലർ സ്കെലട്ടൺ ഒക്കെ പഠിക്കാനില്ലേ? സ്കെലട്ടൽ സിസ്റ്റത്തിൽ അത് നിങ്ങൾ വേർതിരിച്ച് തന്നെ പഠിച്ചിട്ട് വേണം അസ്ഥികളുടെ എണ്ണം പഠിക്കാനായിട്ട് കേട്ടോ. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. അടുത്തതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അഥവാ പ്രത്യുൽപാദന ആരോഗ്യം. ടെക്സ്റ്റിലെ കുറച്ച് വലിയ ചാപ്റ്റർ ഏതാന്ന് വെച്ചാൽ ഇതായിരിക്കും. കുറച്ച് അധികം കാര്യങ്ങൾ ഇതിലുണ്ട്. +2 എത്തുമ്പോഴേക്കും ഇവർ വിചാരിക്കും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല ബേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ജെൻഡർ ജസ്റ്റിസ് ആൻഡ് സെക്സ്, ലിംഗനീതിയും ലിംഗഭേദവും തമ്മിൽ എന്താ പറയാ ആ ഒരു എന്താണെന്ന് ചോദിക്കാറുണ്ട്. ജെൻഡർ ആൻഡ് സെക്സ് തമ്മിലുള്ള ഡിഫറൻസ് വേർതിരിച്ച് എഴുതാനായിട്ട് പറയും. അതുപോലെ എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെ, ബീജ സംയോഗം എന്താണ് എന്ന് ചോദിക്കും. വരെ ആയിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ പുതിയ ടേമിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കണം. അതായത് ഇപ്പൊ പ്യൂബർട്ടി എത്തുമ്പോൾ, പ്രായപൂർത്തിയാവുന്ന സമയത്ത് സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചില ടേംസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. അല്ല, മെൻസ്ട്രുവേഷൻ, ഓവുലേഷൻ, ഇജാക്കുലേഷൻ, ഇങ്ങനത്തെ ടേംസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. പിന്നെ അടുത്തതാണ് ആന്റിനേറ്റൽ കെയർ അല്ലെ, ഗർഭകാല പരിചരണം പഠിക്കാനുണ്ട്. യെസ്, എംബ്രിയോയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പ്ലാസന്റേനെ കുറിച്ച്, അംബിലിക്കൽ കോഡ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എടുത്ത് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി ബാഡ് ഹാബിറ്റ്സ് എഫക്ടിംഗ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെ, അതായത് എന്താ പ്രത്യുൽപാദന ആരോഗ്യത്തിൽ ബാധിക്കുന്ന എന്തൊക്കെയാണ്. ശരിക്കും അതൊക്കെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ജനറൽ നോളജ് ആണ്. ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അയ്യോ ഇതൊന്നും ടെക്സ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ സാമാന്യം നമ്മൾ പ്രായം എത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അടുത്ത് ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അങ്ങനെയും കൂടി നമ്മൾ എഴുതാൻ റെഡി ആയിരിക്കണം കേട്ടോ. അതേപോലെ ടു ഐഡന്റിഫൈ ജനറ്റിക് ഡിസോർഡേഴ്സ്, അതായത് നമുക്ക് ജനിതക തകരാറുകൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അമ്നിയോസെന്റസിസ് അല്ലേ, വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ആ പ്രോസസ് ഒക്കെ എന്താണെന്നൊന്ന് പഠിച്ചു വെച്ചോളൂ. പിന്നെ പാർച്ചുറേഷൻ, അതായത് പ്രസവം അല്ലെ, അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോളൂ. ഇനി കൊളോസ്ട്രം, അതായത് ഇപ്പം എന്തുകൊണ്ടാണ് കൊളോസ്ട്രം എന്ന് പറയുന്നത്, അതായത് ആദ്യം വരുന്ന ആ ഒരു പാല് കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആദ്യത്തെ 2 മാസമൊക്കെ എന്തായാലും കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, മുലപ്പാല് ഊട്ടണം എന്നാണ് പറയുക. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. പരീക്ഷാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം എക്സാമിന് കേട്ടോ. യെസ്, ഗർഭനിരോധന മാർഗങ്ങൾ ഓക്കെ അല്ലേ. പിന്നെ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി, അതായത് നിങ്ങൾക്ക് ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനെ കുറിച്ചാണ് ചോദിക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് STI അല്ലെ, ലൈംഗിക രോഗാണുബാധകൾ അല്ലെ. യെസ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. എക്സാമ്പിൾ സൈഫിലിസ്, ഗോണോറിയ, ട്രൈക്കോമോണിയാസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും ചോദിക്കും. പിന്നെ ഈ രോഗങ്ങൾ എങ്ങനെ പടരുന്നു, എങ്ങനെ നിയന്ത്രിക്കാം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഫൈനലി നമ്മുടെ ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ. കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റേഴ്സ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയിക്കോട്ടെ, ക്ലാസിഫിക്കേഷൻ ആയിക്കോട്ടെ, കംപ്ലീറ്റ്ലി ന്യൂ ആണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ ടേംസ്, എസ്പെഷ്യലി ഈ ചാപ്റ്ററിൽ. ഇതിൽ 3 ഡൊമൈൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് 8ാം ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു എഫേർട്ട് അതിൽ ഇടേണ്ടി വരില്ല. 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ, കാൽവൂസിന്റെ പേര് ഓർത്ത് വെക്കുക. ഇത് രണ്ടുമാണ് നിങ്ങൾ പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്, പോറിഫെറ, അനിഡേറിയാസ്, എന്താ പറയാ. പക്ഷെ മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ചാപ്റ്റർ ഈ വർഷം സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ അടുത്ത വർഷം സയൻസ് എടുത്താൽ നിങ്ങൾ പെടും. കാരണം +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏറ്റവും വലിയ ചാപ്റ്റർ ആനിമൽ കിങ്ഡം, അതാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ബോട്ടണി, സുവോളജി ഉണ്ടല്ലോ, സുവോളജിയിൽ ആനിമൽ കിങ്ഡം ആണെങ്കിൽ ബോട്ടണിയിൽ പ്ലാന്റ് കിങ്ഡം. അത് ഇവിടെ പഠിച്ചോളൂ. ഇവിടെ പഠിച്ച് നിങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അത്ര കഷ്ടപ്പാടുണ്ടാവില്ല. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ടേംസ്, ഞാൻ ഇപ്പോഴും പറയുന്നു, സ്പെല്ലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെല്ലിംഗ് കാരണം ചിലപ്പോൾ ടീച്ചേഴ്സിന് തോന്നുകയാണ് സ്പെല്ലിംഗ് തെറ്റിച്ചു വന്നു, ഒരു മാർക്ക് കുറയ്ക്കാമെന്ന് അങ്ങനെ കുറയ്ക്കും. അപ്പോൾ കൃത്യമായിട്ട് സ്പെല്ലിംഗ് എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓരോ ഫൈലോം ഡിവിഷനും പഠിക്കുന്ന സമയത്ത് അതിന്റെ എക്സാമ്പിൾസ്
എക്സാമ്പിൾസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ എക്സാമ്പിളും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യെസ്, ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസംസ്, പുതിയതായി കണ്ടെത്തുന്ന ജീവികളുടെ വർഗീകരണം എങ്ങനെയാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചോദിക്കും. അതിൽ തന്നെ നിങ്ങളോട് ഈ പറയുന്ന പോലെ വൈറസിന്റെ കാര്യം, എന്തുകൊണ്ടാണ് വൈറസിനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ 6 കിങ്ഡം വർഗീകരണത്തിൽ ഉൾപ്പെടുത്താത്തത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള ആൻസറും കൂടി എഴുതുക. ഇത് രണ്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കാരണം വളരെ ന്യൂ ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് എവല്യൂഷണറി, പരിണാമ വൃക്ഷം, അതെ DNA ബാർകോഡിംഗ്. രണ്ടും 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ടേം ഒക്കെ എന്താണ് ചോദിക്കാതിരിക്കാനുള്ള ചാൻസേ ഇല്ല. ഉറപ്പ് ഞാൻ പറയുന്നു, എന്തായാലും നിങ്ങൾക്ക് ഈ 2 ടോപ്പിക്കിൽ ഒരെണ്ണം ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവും. അത് അങ്ങനെ, കാരണം 2 മാർക്ക് ചോദിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക് അത് രണ്ടും. അപ്പൊ അത് രണ്ടും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററും കഴിഞ്ഞു. അപ്പൊ ഇത്രയും സംഭവം നിങ്ങൾ പറയും ഇതിപ്പോ എല്ലാം ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണം. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, അപ്പൊ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് അറിയില്ല. അതെ, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല. കുട്ടികൾക്ക് നമ്മൾ ഈ വീഡിയോ പറയാം കഴിഞ്ഞ പോലെ ഇതൊക്കെയാണ് ചോദിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ നിർഭാഗ്യവശാൽ ഇത് നിങ്ങൾ ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് എന്താണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ എത്ര മാർക്കിനാണ് ചോദിക്കാൻ സാധ്യത എന്നുള്ളത്. കുഴപ്പമില്ലട മക്കൾ, ഇതൊക്കെ ഒരു ചലഞ്ച് ആയിട്ട് നേരിട്ടുണ്ടല്ലേ. ഇനി അങ്ങോട്ട് എന്തൊക്കെ വരാനുണ്ട്, ഇതൊക്കെ അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എടുത്തെടുത്ത് പറയുന്നു ടെക്സ്റ്റ് ബുക്ക് നല്ല ഭംഗിയുള്ള ടെക്സ്റ്റ് ബുക്ക്. കാരണം എന്താ, കുറെ ഡയഗ്രാംസിലൂടെയാണ് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മളെ ബയോളജിയാണ്, ഡയഗ്രാംസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും ചോദിക്കാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നിങ്ങൾക്ക് എത്ര നോട്ട്ബുക്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്കിലുമായിട്ട് നിങ്ങൾക്ക് ഒരു പരിചയം വേണം. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട. സംഭവം 6 ചാപ്റ്ററുകൾ പുതിയതാണ്, എവിടുന്ന ക്വസ്റ്റ്യൻ കിട്ടാൻ സംശയം വേണ്ട. നമ്മുടെ ലൈവിലേക്ക് വരൂ. നമ്മൾ എന്തായാലും ലൈവില് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ ചാപ്റ്ററിലും 6 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക, ലൈവിലേക്ക് വരിക, അവിടെ നിന്ന് എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യുക. എല്ലാം കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഒറ്റയ്ക്ക് വന്നാൽ പോലെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂടി നമ്മുടെ റേസ് ഏഗൺ നമ്മുടെ ചാനലിലേക്ക് ഓടി ഇങ്ങ് വരിക. അവരൊക്കെ ഉണ്ടാവും മിസ്സേ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഇങ്ങനെ സംശയം ഉണ്ടാവും ഏതൊക്കെ ഭാഗങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഫ്രണ്ട്സിനോട് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആൻഡ് നിങ്ങൾ റെഡിയാണ്, ഇത്തവണ നമ്മൾ എക്സാം തകർക്കുന്നുണ്ടെങ്കിൽ റെഡി മിസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പൊളിക്കും, നമ്മൾ കലക്കും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് മിസ് നമുക്കിനി ലൈവില് കാണാം. ടിൽ ദെൻ ബൈ.